ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പ്രഗ്നൻസി ടൈമിൽ ഫോളോ ചെയ്യേണ്ട ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചുള്ളതാണ്. പ്രഗ്നൻറ്റ് വുമണിൻ്റെയും കുട്ടിയുടെയും ഒക്കെ ആരോഗ്യത്തിന് പ്രഗ്നൻസി ടൈമിൽ ഹെൽത്തി ഈറ്റിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഡയറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും ഫോളോ ചെയ്യുന്നു. പ്രഗ്നൻസി ടൈമിൽ ന്യൂട്രിയൻസ് കൂടുതലുള്ള ഫുഡ് വേണം കഴിക്കാൻ. അതിനുവേണ്ടി ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ്. ഇത് ഫുഡിലൂടെയും സപ്ലിമെൻ്റ് ആയിട്ടും കിട്ടും. സപ്ലിമെൻറ്റ് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഫുഡിലൂടെ ഫോളിക് ആസിഡ് ലഭിക്കുന്നത് ഡാർക്ക് ഗ്രീൻ വെജീസിലൂടെയൊക്കെയാണ്. സ്പിനാഷ്, ബ്രൊക്കോളി, ബീൻസ്, പീസ്, കിഡ്നി ബീൻസ് ഒക്കെ ഫോളിക് ആസിഡ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അടുത്തത് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അയണാണ്. ഇത് ബേബിയുടെ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റുകൾക്കൊക്കെ സഹായിക്കുന്നതാണ്. അതിനുവേണ്ടി അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. റെഡ് മീറ്റ്, പോൾട്രി, സീ ഫുഡുകൾ, ഡാർക്ക് ഗ്രീൻ വെജീസൊക്കെ അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. അടുത്തതായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അയഡിനാണ്. ഇത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബേബിയുടെ ഗ്രോത്തിനും സഹായിക്കും. ഇതിനു വേണ്ടി ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അയഡിൻ അടങ്ങിയിട്ടുള്ള ഉപ്പ്, സീ ഫുഡ്, ലോ ഫാറ്റ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, യോഗർട്ട്, ചീസ്, അതുപോലെ എഗ്ഗൊക്കെ അയഡിന് കൂടുതലുള്ള ഭക്ഷണം. അടുത്തതായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കോളിൻ അടങ്ങിയിട്ടുള്ളതാണ്. അത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സ്പൈൻ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫുഡ് ഡയറ്റിൽ എഗ്ഗ്, റെഡ് മീറ്റ്, പോൾട്രി പോലുള്ള ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തണം. ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത് റോ ആയിട്ടുള്ള മിൽക്ക്, ഫിഷ് അങ്ങനത്തതൊന്നും കഴിക്കാതിരിക്കുക. അതേപോലെ കോഫിയൊക്കെ കുടിക്കുന്നത് കുറയ്ക്കുക. പിന്നെ വെള്ളം നന്നായി കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.